ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റാണ്. ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ പീസുകളാണ് ആക്കിയിരിക്കുന്നത്, ഇതേപോലെയുള്ള. പിന്നെ 2 സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് മസാലകളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിരിക്കും. ചിക്കനിലേക്ക് മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി അതായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നതിന് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. വീണ്ടും അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ പകുതി വേവായിട്ടുണ്ട്, വെള്ളം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല മുരിഞ്ഞ് വരുന്നത് വരെ ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല അവസാനം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അവസാനം കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്